എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുക്കിംഗ് ഗ്യാസ് ലാഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തൊക്കെയെന്നൊക്കെ നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെക്കുക എന്നാണ് വിചാരിക്കുക. ആ സമയത്ത് ചായപാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ അടപ്പും വെച്ചിട്ട് അത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ബർണർ തിരിച്ചിട്ട് ഗണ്ണ് വെക്കാൻ കത്തിക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം പാത്രത്തിൽ വെള്ളം നിറക്കാനോ പാത്രം എടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ അത്രയും ടൈം നമുക്ക് ഗ്യാസ് വെറുതെ ചിലവാകും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് സ്റ്റൗ കത്തിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലെയിം പുറത്തോട്ട് പോകരുത്. അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലെയിം ആക്കി വെക്കണം. കാരണം പുറത്തോട്ട് ഇപ്പോൾ നമ്മൾ വലിയ ഫ്ലെയിം നല്ല കത്തുന്നുണ്ട്, ചെറിയൊരു പാത്രമാണെങ്കിൽ നമ്മൾ ഒരുപാട് ഗ്യാസ് അതുവഴി പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ളിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കണം. ഏറ്റവും ചെറിയ ബർണർ ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാസേ ചിലവാകത്തുള്ളൂ. വലിയ പാത്രമൊക്കെ വെക്കുന്ന സമയത്ത് മാത്രം വലിയ ബർണർ കത്തിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലെയിം തങ്ങി നിൽക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പാത്രം എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റൗ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രം മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റൗ ബർണർ തിരിച്ചിട്ട് ഗണ്ണ് പൊട്ടിക്കാൻ. ഇതുപോലുള്ള സ്റ്റൗ ഒക്കെ ആണെങ്കിൽ വെറുതെ ജസ്റ്റ് പാത്രം വെച്ചിട്ട് വെറുതെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് ബർണർ തിരിച്ചാൽ തന്നെ സ്റ്റൗ പിന്നെ കത്തും. നമുക്ക് ഗണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. പിന്നെ ഡെയിലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം പാത്രം എടുക്കാനും വെള്ളം എടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാം. ഇനി ഗ്യാസ് അടുപ്പിൽ ചോറ് വെക്കുന്നവർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ. കാരണം വിറകടുപ്പിൽ ചോറ് വെക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതറിയേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് ഗ്യാസിൽ ചോറ് വെക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗ്യാസ് നല്ലപോലെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലെ ചെയ്യാൻ കുക്കറോ റൈസ് കുക്കറോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏത് ചോറുകൊണ്ടാണ് അരി വെക്കുന്നത്, ഏത് അരി ആയിക്കോട്ടെ, നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതുപോലെ കുതിരാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ സാധാരണ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അരി ഇതുപോലെ 1 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുമല്ലോ, അതുപോലെ അതിനുശേഷം നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ അതിലോട്ട് ഈ അരി ഇട്ട് കൊടുക്കാം. ഈ നല്ല കുതിർന്ന ഈ അരി ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലപോലെ കത്തിക്കാം. ഇത് തിളക്കുന്നത് വരെ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക. എന്നിട്ട് നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അടപ്പിൻ്റെ മുകളിൽ കനമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു മൺപാത്രത്തിൻ്റെ മൂടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിന് ആവി കൂടുതലായിട്ട് പുറത്തോട്ട് പോകാൻ പാടില്ല. ഇത് നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യുക, ഇത് ഫ്ലെയിമാണ് ഓഫ് ചെയ്തിടുക. അതിന് ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് തുറക്കുന്നത്. ഫ്ലെയിം അപ്പോൾ ഓഫാക്കിയിട്ടതാണ്. ആ ഒരു വെള്ളത്തിൽ നമ്മൾ അരി ഇട്ടിട്ട് ആ അരി തിളക്കുന്ന ഒരു ഗ്യാസ് ചിലവാകത്തുള്ളൂ ഇങ്ങനെ ചോറ് വെക്കാൻ. ഇത് കണ്ടപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ തുറക്കുന്നത്. നല്ല വേവുള്ള അരിയാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അതല്ല വേവില്ലാത്ത റേഷൻ അരി പോലത്തെ അരിയാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ വേവ് കൂടി പോകും. വായു വിസ്തീർണ്ണമുള്ള പാത്രത്തിൽ ഇതുപോലെ ചോറ് വെക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചെമ്പട്ടി പോലത്തെ പാത്രം ഉണ്ടല്ലോ വായു വിസ്തീർണ്ണം ഉള്ളത്, അതിൽ പറ്റില്ല. ഇതുപോലുള്ള വായു വിസ്തീർണം കുറഞ്ഞ ഇതുപോലെ കലം ഉണ്ടല്ലോ, ഇതിലാണ് പറ്റുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ആവിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടിപ്പായിരിക്കും. ഇനി അടുത്തത് മുട്ട പുഴുങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം മുട്ട ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടച്ചു വെക്കാം.
നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ ആ ചോറ് ചെയ്ത പോലെ തന്നെ നല്ലപോലെ വെട്ടി തിളക്കുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് പൊളിച്ചെടുത്താൽ മതി. നല്ലപോലെ വെന്തോളും. അപ്പോൾ നമ്മളിത് ചെറിയ തീയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച ശേഷം തന്നെ നമുക്ക് ആ ചുടുവെള്ളത്തിൽ കിടന്നാൽ തന്നെ മുട്ട പുഴുങ്ങി വരും, നല്ലപോലെ വെന്തിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ വേവ് കൂടി പോകത്തില്ല, അങ്ങനൊരു സുഖം കൂടിയുണ്ട്. കാരണം നമ്മൾ കുറേ നേരം ആയി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ചിയൊക്കെ കറുത്ത് പോകില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് സൗകര്യം അപ്പോൾ തണുത്ത വെള്ളം ഇതിലൊഴിച്ചിട്ട് നമുക്ക് ഈ മുട്ട തൊളിച്ചെടുക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. മുട്ട പുഴുങ്ങുമ്പോൾ അതുപോലെ ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി വേവിക്കുക, അങ്ങനെ എന്ത് വേവിക്കാനാണെങ്കിലും ഇതുപോലെ നമ്മൾ തിളച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടും. കൂടുതലായിട്ട് കത്തി തിളച്ച് വേവേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിയോ അതുപോലെ തന്നെ കറി, ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഗരം മസാലകളൊക്കെ ഇട്ട് പിന്നെ ഉള്ളി വാട്ടി, തക്കാളി വാട്ടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വാട്ടി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 സവാള, അതുപോലെ 4 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത്രയും സമയം ആ ഉള്ളി വാട്ടാൻ തന്നെ എന്തായാലും ഒരു 10-15 മിനിറ്റ് നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ടൈം നമുക്ക് ഗ്യാസ് ചിലവാവുക. ഇതിപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബീഫിൻ്റെ കറി ആയാലും ചിക്കൻ്റെ കറി ആണെങ്കിലൊക്കെ നമ്മൾ ഉള്ളി വാട്ടി തക്കാളി വാട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പം ഇതിലോട്ട് ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില കുറച്ച് മല്ലിയില അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ ബീഫ് ബിരിയാണിക്കുള്ളതാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറി ആണെങ്കിലും ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറി എന്തായാലും ഉള്ളി വാട്ടിയിട്ട് ഉണ്ടാക്കാനുള്ളതാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം അത് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് കുറുകി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് പൊടി മസാലകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കനാണോ മട്ടനാണോ ബീഫാണോ എന്താ വേണ്ടത് വെച്ചാൽ ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്ക് അത്രയും സമയം നമുക്ക് ഗ്യാസ് കത്തുന്നത് നമുക്ക് ഒഴിവായി കിട്ടും. അതുവഴി നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് കടല ചെറുപയർ അങ്ങനത്തെ ഒക്കെ വേവിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിലിടാതെ വേവിക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാകും. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ കറിക്കുള്ളതാണെങ്കിൽ രാത്രിയിൽ നമ്മൾ കടലായാലും ചെറുപയറായാലും വെള്ളത്തിലിട്ട് വെക്കണം. ഇനിയിപ്പോൾ വൈകുന്നേരത്തിനുള്ളതാണെങ്കിൽ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ സമയത്ത് നമുക്ക് അഥവാ കടല ചെറുപയർ വെള്ളത്തിലിടാനും മറന്നെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കുറേ സമയം ഗ്യാസ് കത്തിച്ച് കുക്കറിൽ വേവിക്കാതാണ് പതിവുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കടലയാണോ ചെറുപയറാണോ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. ഒഴിവാക്കിയതിന് ശേഷം നല്ല തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല കെറ്റിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് വേവിക്കുന്ന അത്രയും ഗ്യാസേ നമുക്ക് ചിലവാവുള്ളൂ. അത്ര സമയം കത്തിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ വെള്ളത്തിലിടാൻ മറക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അവസാനമായി ഞാൻ പറയാൻ പോകുന്നതും എപ്പോഴും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത്. ഇത് ടിപ്പായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്തിടണം. കാരണം എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ലീക്കേജൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഉടനടി റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറയുന്നത്. അതുവഴി നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനും അതുപോലെ അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.